ഹായ് ഫ്രണ്ട്സ്, എനിക്കിന്ന് ഇച്ചിരി നന്നായിട്ട് പഴുത്ത മാങ്ങ കിട്ടി കേട്ടോ. നല്ല പഴുത്ത നല്ല നാടൻ മാങ്ങയാണ്. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഒരു ശകലം പോലും പൊട്ടിയതും കേടും ഒന്നും ഉള്ളതല്ലേ. അത് എൻ്റെ ഒരു കൂട്ടുകാരിയാണെങ്കിൽ എനിക്ക് അവിടെ ഹസ്ബൻഡിൻ്റെ കൊടുത്തു വിട്ടതാണ്. നമുക്ക് കറി വെക്കാൻ ഇത് നല്ലതാ, ഉപ്പിലിടാൻ നല്ലതാ, പുളി കഴിക്കാൻ അതിലും നല്ലതാ. അപ്പം ഞാൻ ഇന്ന് ഇതിനെ ഉണ്ടല്ലോ ഒരു പൊട്ടുന്ന കുപ്പിയിലോട്ടാക്കി ഒന്ന് ഇച്ചിരി ഉപ്പുമൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വെക്കാൻ. ഇതിനെ ഞാൻ നന്നായിട്ട് കഴുകി തോർത്തിയെടുത്ത മാങ്ങയാണ്. അതിനെ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മുടെ പൊട്ടുന്ന കുപ്പിക്കകത്തോട്ട് ഞാനിതിനെ പറക്കിയിടുവാണ്. ശരിക്കും എൻ്റെ മക്കളൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്കൊക്കെ കൊടുക്കാമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഈ ഇടുന്നത്. അപ്പം ഞാനിതിനെ കുപ്പിയിലോട്ട് ഇതിനകത്തൊന്നും അധികം കൊള്ളത്തില്ല. എന്നാൽ പിന്നെ ഒക്കുന്നിടത്തോളം ആകട്ടെന്നും കൊണ്ടാണ് അതിനകത്തോട്ട് ഇട്ടിട്ട് ഞാനിവിടെ 2 കുപ്പി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല പൊട്ടുന്ന കുപ്പിയിലാണെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിൽ അതിൻ്റെ പ്ലാസ്റ്റിക്കിൽ അഴുക്കൊക്കെ അതിനകത്താകും. അതുകൊണ്ട് പൊട്ടുന്ന കുപ്പിയിൽ എപ്പോഴും എടുത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. നമ്മളിതിനെ ഇട്ടിട്ട് കണ്ടോ, നമ്മളിതിനെ പൊട്ടുന്ന കുപ്പിയിലാക്കിയേ. ഇതിനകത്ത് ഒരെണ്ണം കൂടെ ഒക്കെ കൊള്ളും. കണ്ടോ, സ്ഥലമുണ്ട്. ഇപ്പോൾ നമ്മളതിനെ കൊള്ളിക്കാൻ നോക്കുകയാണേ. നിങ്ങളുടെയൊക്കെ വീടുകളിൽ മാങ്ങയൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും വീട്ടിലൊക്കെ. എനിക്കിവിടെ മാവും മാങ്ങയൊന്നും ഇല്ല. എനിക്കിങ്ങനെ ആരെങ്കിലുമൊക്കെ തരുമ്പോൾ അതിനെ ഞാൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് കഴിയുന്നത് പോലെ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിനെ ഇപ്പം ഞാൻ ഉപ്പിനകത്തോട്ട് ഇട്ടിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഉണ്ടല്ലോ വെള്ളവും തിളപ്പിച്ച് ഇതിനകത്തിട്ടു. കണ്ടോ, ഇതിനകത്ത് ഇരിക്കും. ഇതിനകത്തൊക്കെ ഒരു മാങ്ങയുടെ ഒക്കെ കൊള്ളും, നമുക്കിടണം. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഉപ്പും വെള്ളവും കൂടെ തിളപ്പിച്ചത് ഒഴിക്കുകയാണ്. അപ്പം എനിക്കാണെങ്കിൽ അധികം വെയിറ്റൊന്നും എടുത്ത് ഒഴിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു പാത്രം കൊണ്ട് കോരി ഒഴിക്കുകയാണ്. ഇതിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് കാന്താരിയോ ഒക്കെ വേണേൽ നമുക്കിടാം, വാട്ടിയിടാം. ഇപ്പം തൽക്കാലം ഇത് ഉപ്പും നന്നായിട്ട് തിളപ്പിച്ച് ആറിച്ച വെള്ളവും കൂടാണ്. എന്നിട്ട് ഒഴിച്ച് ഈ 2 ബോട്ടിലിൽ നമ്മളതിനെ ഒഴിച്ചിട്ട് നന്നായിട്ട് അതിനെ അടച്ചെടുത്ത് വെക്കാമെങ്കിൽ ഇത് എത്ര കാലം വേണേലും ഇരിക്കും. നമുക്കതിനകത്ത് കാന്താരിയെ ചതച്ചിടുവോ വെളുത്തുള്ളി ഇടുവോ ഇഞ്ചി ഇടുവോ ഒക്കെ ചെയ്യാം. ഇത് നമ്മളതിനെ അതുപോലെ സൂക്ഷിച്ച് വെക്കാം. പണ്ടുള്ള ആൾക്കാർ ഭരണിയിലൊക്കെ എടുത്താണ് വെക്കുന്നത്. ഇപ്പോൾ ഭരണിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ മാങ്ങ പൂക്കാതിരിക്കാൻ ഞാൻ ചെയ്യുന്ന ഒരു വേലയാണ്. ഒരു നുള്ള് ഉലുവ, പച്ച ഉലുവ തന്നെ ഇങ്ങനെ ഇതിനകത്തോട്ടിടും. ഒരു ശകലം പച്ച ഉലുവ കൂടി ഇടുമ്പോൾ ഈ മാങ്ങ ഇങ്ങനെ പൂക്കാതെ കിടക്കും. അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊക്കെ മാങ്ങ എങ്ങനെയാണ് ഉപ്പിലിടുന്നതെന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടാൽ എൻ്റെ കമൻറ്റ്. ഞാൻ ഈ ഞെടുപ്പൊക്കെ കളയാഞ്ഞതാണ് കേട്ടോ. അതൊക്കെ അതിന് നല്ലതാണ്. അത് ഇരുന്നോട്ട് എന്ന് വിചാരിച്ച് കളയാതിരുന്ന പൊട്ടാത്ത നല്ല മാങ്ങയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഈ ഓരോ മാങ്ങ ഇവിടെ മാറ്റി വെച്ചത് എനിക്ക് തിന്നാനാണ് കേട്ടോ. താങ്ക് യു.